கன்னியாகுமரி மாவட்டம் கருங்கல் பகுதியில் திடீரென வாந்தி மயக்கம் ஏற்பட்ட நர்சிங் கல்லூரி மாணவிகளை மருத்துவமனைக்கு அழைத்துச் செல்லாததை கண்டித்து சக மாணவிகள் போராட்டத்தில் ஈடுபட்டதால் பரபரப்பு ஏற்பட்டது. தமிழகம் மற்றும் கேரளாவைச் சேர்ந்த 100க்கும் மேற்பட்ட மாணவிகள் பெத்லஹேம் நர்சிங் கல்லூரி விடுதியில் தங்கி படித்து வருகின்றனர். இந்த நிலையில் விடுதியில் சமைத்த உணவை சாப்பிட்ட 4 மாணவிகளுக்கு திடீரென வாந்தி மயக்கம் ஏற்பட்டதாக கூறப்படுகிறது. அவர்களை உடனடியாக மருத்துவமனைக்கு அழைத்துச் செல்லவில்லை என போராட்டத்தில் ஈடுபட்ட മാനവികൾ പുകാർ தெரிவித்தனர். ഞങ്ങളെ എപ്പോഴും നല്ല ടോർച്ചറിംഗ് ആണ് ഇവിടെ. എന്ത് ചെയ്താലും ഫൈനാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കൊച്ചിന് വയ്യാതെ വന്നിട്ട് ഒരു വാർഡൻ പോലും ഇല്ല. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് കൊണ്ടുപോയത്. എന്നിട്ട് അതിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വയ്യാതെ വന്ന് അതിനോട് പറയാൻ ചൂട് വെള്ളം കുടിക്കാനെന്ന് ഒന്ന് കൊണ്ടുപോകാൻ പോലും ആക്കില്ല സാറേ. തോന്നുന്നു എല്ലാം ഫൈനാണ് മേടിക്കുന്നത് ഇവിടെ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് കുറവ്, അത് കൂടുതൽ 3000 രൂപയാണ് ഇവർ തട്ടിയെടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് സാറേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫോൺ പോലും ഞങ്ങൾക്ക് അലൗഡല്ല ഇവിടെ. എന്ത് പ്രശ്നം വന്നാലും വീട്ടിൽ വിളിക്കാൻ വരെ വാർഡൻ ഫോണിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. എത്ര സ്റ്റുഡൻസ് 5 സാർ, ഞങ്ങൾക്ക് ഒത്തിരി വർക്ക് ലോഡ് ഉണ്ട്. എഴുതാനായാലും അസൈൻമെന്റ് ആയാലും എല്ലാം ഒത്തിരി വർക്ക് ലോഡ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സോഴ്സ് അറിയാലോ, നമുക്ക് ഇഷ്ടം പോലെ അതിൽ നിന്ന് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഫോൺ അല്ലാതെ അല്ലാത്തതുകൊണ്ട് ഒറ്റ വാർഡൻ ഫോണിൽ നിന്ന് ഇത്രയും സ്റ്റുഡൻസ് എടുക്കുന്ന ഒരു ദിവസം രാത്രി മാത്രം ഇരുന്നുകൊണ്ട് എത്ര പേർക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും അസൈൻമെന്റ്സോ? അതൊക്കെ എഴുതിക്കൊണ്ടുപോകുന്ന അസൈൻമെന്റ് എല്ലാം കീറി കയ്യിൽ തരും. രാത്രി 3-4 മണി വരെ ഇരുന്ന് എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ കൊണ്ട് കൊടുക്കുമ്പോൾ കീറി തരും. ഇന്ന് സംഭവിച്ച ഒരു കൊച്ചു തല ഇറങ്ങി ആദ്യം ഒരാൾ തല ഇറങ്ങി വീണ് വാദം മൈൻഡ് പോലും ചെയ്തില്ല. അതിന് ഓട്ടോ വിളിക്കാൻ പറഞ്ഞിട്ട് ഓട്ടോ പോലും വിളിച്ചില്ല. വാദം മൈൻഡ് ചെയ്ത മിണ്ടാതെ നടന്ന് അടുത്ത് വീണ്ടും കൊച്ചുങ്ങളെ തല ഇറങ്ങി വീണ് ഇവിടെ വന്ന പാരന്റ്സിന്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലില്. നൈറ്റ് തന്ന ഫുഡ് വായിൽ വെച്ച് കഴിക്കാൻ പോലും പറ്റത്തില്ല, ഛർദ്ദിക്കാൻ വരും ആ ഫുഡ് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ പോസ്റ്റിംഗ് കഴിഞ്ഞൊരു 2 മണിക്ക് കഴിഞ്ഞ് 3 മണിക്ക് അവിടെ പോകണം. 1 മിനിറ്റ് പോലും താമസിച്ചാൽ അതിന് 5000 രൂപ ഫൈന്. എല്ലാത്തിനും പൈസ എണ്ണി കൊടുത്തോണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഒന്ന് പാത്രന്ന് സംസാരിച്ച ഫൈന്. ഒരു മനസ്സമ്മതില്ല, ഉറങ്ങാൻ പോലും സമയമില്ല ഞങ്ങൾക്ക് കുറെ സർക്കുലേഴ്സ് കൊണ്ടുവരും. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോ സർക്കുലറിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ പറയും. സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിന് ഫൈന്. എന്ത് നോക്കാനും ഫൈനാണ്.